കർത്താവ് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അവർ ഫോർഗോട്ടൻ ലെഗസി, നമ്മൾ മറന്ന നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ ചരിത്രം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ വാത്തിട്ട് പിതാവേ, അടികൾ അല്പസമയം പിതാ അതിൻ്റെ വചനത്തെ ധ്യാനിക്കാൻ പോകുന്നു. ദൈവമേ, അടികളുടെ ചരിത്രത്തെ പിതാവെ അടികൾ ഓർത്തെടുക്കുവാനും പ്രൊട്ടസ്റ്റന്റുകാർ എന്ന നിലയിൽ നമ്മൾ എന്താണോ ഇവിടെ ആയിരുന്നത്, നമ്മുടെ ചരിത്രം എന്താണോ അത് ഓർക്കുവാനും അപ്പുറം തന്നെ മുന്നേറാനും അടിയങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ക്രൈസ്തവർ മറന്ന ഒരു കാര്യമാണ് പ്രൊട്ടസ്റ്റന്റിസം, അല്ലെങ്കിൽ നവീകരിച്ച സഭ. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ നവീകരണമുള്ള സഭ നമുക്ക് പറയാം. അപ്പോൾ പ്രൊട്ടസ്റ്റന്റിസം എന്താണ്? റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും 1500 വർഷങ്ങളിൽ അതിനുശേഷം അവരുടെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും പഠിപ്പീരുകളും കാരണം അവിടെ ഉണ്ടാകുന്ന നവോത്ഥാന പ്രസ്ഥാനകർ അവിടെ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അവർ ദൈവത്തിൻ്റെ തിരുവചനത്തിന് വേണ്ടി നിലനിന്നു. അങ്ങനെയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ രൂപകൊള്ളുന്നത്. അപ്പോൾ വേദപുസ്തകപരമായി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത് ശരിയാണോ? നമുക്ക് വായിക്കാം. സെക്രിയാവ് 3:6-8. സെക്രിയാവ് 3:6-8. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവ, നീയും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിൻ്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനുമായ മുള എന്നവനെ വരുത്തും. അപ്പോൾ ഇവിടെ പറയുന്നു, എൻ്റെ വഴികളെ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും. യഹോവയുടെ വഴികൾ, യഹോവയുടെ സത്യത്തെ നോക്കണം, അത് പരിപാലിക്കണം. പ്രൊട്ടസ്റ്റന്റിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നവീകരണ സഭ പ്രസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യരെ എതിർക്കുന്നതല്ല, ഏതെങ്കിലും വ്യക്തി എതിർക്കുന്നതല്ല, പക്ഷെ നേരെ മറിച്ച് തിരുവചന സത്യങ്ങളെ സംരക്ഷിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് എന്താണ് സംഭവിച്ചത്? നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ചില സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ ശബ്ദം നമ്മൾ ഉയർത്തണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കണം. ഇങ്ങനെ ആണെങ്കിൽ അത് പണ്ട് കാലങ്ങൾ 1500 നടന്ന സംഭവമല്ല. ഈ 2024 അതിൻ്റെ പ്രാധാന്യം എന്താണ്? അത് ഇപ്പോഴും അങ്ങനെ തന്നെ വേണോ? അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം. ഇപ്പോഴും റോമൻ കത്തോലിക്ക സഭ ഇതൊരിക്കലും വ്യക്തികളെ കുറിച്ചല്ല പറയുന്നത്, പക്ഷെ നേരെ മറിച്ച സിസ്റ്റമാണ്. കാരണം വെളിപ്പാടിൽ വേദപുസ്തകം നമുക്ക് വ്യക്തമാക്കി തരുന്നു, എൻ്റെ ഈ കൂട്ടത്തിൽ പെടാത്ത ആടുകളും വേറെയും എനിക്കുണ്ട്. അവരെൻ്റെ ശബ്ദം കേട്ട് അവരെന്ത് ചെയ്യും? വെളിയിൽ വരും. ദൈവത്തിൻ്റെ ജനം എല്ലാ സഭകളിലും ഉണ്ട്. അപ്പോൾ എൻ്റെ വിഷയം അതല്ല, കാത്തലിക് എന്ന സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സിസ്റ്റത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നമുക്കൊരു കോട്ട് വായിക്കാം. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്നൊരു മനോഹരമായ പുസ്തകമുണ്ട്. വൻ പോരാട്ടം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യപ്പെടുന്നു. ആ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, അതിൻ്റെ മലയാള വേർഷൻ ഉണ്ട്, പക്ഷേ ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. റോമനിസം ഈസ് നൗ റിഗാർഡഡ് ബൈ പ്രൊട്ടസ്റ്റന്റ്സ് വിത്ത് ഫാർ ഗ്രേറ്റർ ഫേവർ ദാൻ ഇൻ ഫോമർ ഇയേഴ്സ്. റോമൻ കത്തോലിസിസത്തെ ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാർ നോക്കുന്നത് പണ്ടുള്ള കാലത്തേക്കാൾ കൂടുതൽ പ്രീതിയോടെയാണ്, കൂടുതൽ സ്നേഹത്തോടെയാണ്, വലിയ അകൽച്ച ഇല്ലാതെയാണ്. In those countries where Catholicism is not in ascendancy and the papists are taking a conciliatory course in order to gain influence, there is an increasing indifference concerning the doctrines that separate the Reformed churches from the papal hierarchy. രാജ്യങ്ങളിൽ കത്തോലിസിസം അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ വ്യക്തികൾ ഏറ്റവും പരമോന്നത അധികാരികൾ അല്ലെങ്കിലും അവർ അധികാരികൾ കയറുന്ന സമയത്തായാലും അവിടെയുള്ള പുരോഹിതന്മാർ എന്താണ് ചെയ്യുന്നത്? അവിടെ ആ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ആ സഭകളിൽ ഏതൊക്കെ സത്യങ്ങളാണോ പ്രൊട്ടസ്റ്റന്റുകാരെ കത്തോലിസിസത്തിൽ നിന്ന് മാറ്റിയത്, ആ സത്യങ്ങളുടെ കാഴ്ച അവർക്ക് നഷ്ടപ്പെട്ടു. ആ കാഴ്ച അത് കണ്ണിൽ നിന്ന് അവർക്ക് മറഞ്ഞു. ഈ പ്രൊട്ടസ്റ്റന്റ് സഭയും ഈ കത്തോലിക്ക സഭയും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്തു? കാലക്രമേണ കുറഞ്ഞ് വന്നു. അത് തുടർന്ന് പറയുന്നു, the opinion is gaining ground that after all we do not differ so widely upon the vital points as has been supposed, and that a little concession in our part will bring us into a better understanding with the Rome. ഇവിടെ പറയുന്നത്, നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് പോലെ വലിയ അന്തരങ്ങളൊന്നുമില്ല. നമ്മൾ വിശ്വസിക്കുന്നു, അവർ വിശ്വസിക്കുന്നു, തമ്മിൽ വലിയ അന്തരങ്ങളില്ല, വലിയ വ്യത്യാസമില്ല. നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ, ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ
നല്ല ബന്ധത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. The time when Protestants placed a high value upon the liberty of conscience, which has been so dearly purchased, they taught the children to abhor popery and held that to seek harmony with Rome could be disloyalty to God. But how widely different are the sentiments now expressed. പ്രൊട്ടസ്റ്റന്റുകാർ അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യം, സാമൂഹികമായ സ്വാതന്ത്ര്യം വില കൽപ്പിച്ചിരുന്ന സമയത്ത്, ആ കാലങ്ങളിൽ ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് പ്രൊട്ടസ്റ്റന്റുകാരിൽ നിന്ന്, കത്തോലിക്കക്കാരിൽ നിന്നും എപ്പോഴും മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് ഭീതിയോടെ അത് എന്ത് ചെയ്യണം, മാറ്റി നമ്മൾ വയ്ക്കണം. റോമിനോട് എന്തെങ്കിലും ചങ്ങാത്തം കൂടുന്നത് ദൈവത്തോടുള്ള നമ്മുടെ അവിശ്വസ്തതയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ എത്രത്തോളം വ്യത്യാസമാണ്. ഇത് 140 വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകമാണ് ഈ വൻ പോരാട്ടം, അല്ലെങ്കിൽ ദി ഗ്രേറ്റ് കോൺട്രവേഴ്സി. 2024 ഇത് ശരിയാണോ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത് ശരിയാണോ? ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്, ഇത് നമുക്ക് യൂട്യൂബിലും എല്ലാം ഇവരുടെ വീഡിയോ കാണാം. ടോണി പാമർ എന്ന എപ്പിസ്കോപ്പൽ ഇവാഞ്ചലിസ്റ്റ് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റുകാരുടെ ലീഡേഴ്സിനോട് സംസാരിക്കുന്നത്. അത് യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഉണ്ട്. നിങ്ങളുടെ പ്രൊട്ടസ്റ്റ് തീർന്നു, ഇനി പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ആവശ്യമെന്ത് എന്നൊരു തലക്കെട്ടാണ് നമുക്ക് അതിന് കൊടുക്കുന്നത്. ആ വീഡിയോയ്ക്ക് പല തലക്കെട്ടിലുണ്ട്, അതിലൊരു തലക്കെട്ട് ഇതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ വരാം. അദ്ദേഹത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കോട്ട് ചെയ്യുന്നു. ഡിവിഷൻ ഡിസ്ട്രോയ്സ് അവർ ക്രെഡിബിലിറ്റി. വിഭജനം നമ്മുടെ വിശ്വസനീയത തകർക്കും. ഇറ്റ് ഈസ് ദ ഫിയർ ദാറ്റ് കീപ്പ് us സെപ്പറേറ്റഡ്. ഭയമാണ് നമ്മളെയും പ്രൊട്ടസ്റ്റന്റിനെയും കത്തോലിക്കയും ഇങ്ങനെ വേർതിരിച്ചു നിർത്തുന്നത്. ബിക്കോസ് ഫിയർ ഈസ് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റീസൺ അക്രമി. അദ്ദേഹം ഫിയർ എന്ന വാക്കിനെ അദ്ദേഹം ഒന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഫിയർ എന്നാണ് ഫാൾസ് എവിഡൻസ് അപ്പിയറിംഗ് റിയൽ. ഇത് തെറ്റായിട്ടുള്ള തെളിവുകൾ സത്യമെന്ന് നമ്മുടെ കണ്ണുകൾക്ക് തോന്നുന്നു. ബട്ട് ബിക്കോസ് ഓഫ് മോസ്റ്റ് ഓഫ് ഈ ഫിയർ ഇസ് ബേസ്ഡ് ഓൺ പ്രൊപ്പഗാൻഡ. നിങ്ങളെ കൂടുതൽ ഭയങ്ങളും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ കുപ്രചരണങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇൻ 1999 അദ്ദേഹം പറയുകയാണ്, അത് എല്ലാം വായിക്കുന്നില്ല, റോമൻ കത്തോലിക്ക സഭയും ലൂതറൻ സഭയും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. കാരണം അദ്ദേഹം ആ സ്പീച്ചിൽ പറയുന്നത്, നമ്മൾ തമ്മിലുള്ള തർക്കം ഇത് മാത്രമാണ്. എന്താണ്, എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? കത്തോലിക്ക സഭ പഠിപ്പിച്ചു നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയാലാണ്. നമ്മൾ ഇതുവരെയുള്ള പഠനങ്ങൾ നമ്മൾ ചിന്തിച്ചു നമ്മളെ രക്ഷിക്കുന്ന പ്രവൃത്തിയല്ല, വിശ്വാസമാണ്. അപ്പോൾ ലൂതറൻ സഭ പഠിപ്പിച്ചത് നമ്മൾ വിശ്വസിക്കുന്നത് പ്രത്യാശയിലാണ്. വിശ്വാസം കർത്താവ് യേശു ക്രിസ്തുവിലുള്ള അവൻ്റെ പ്രവൃത്തിയാലുള്ള വിശ്വാസമാണ്. അപ്പോൾ അവർ പറയുകയാണ്, അവർ ഒരുമിച്ച് ട്രീറ്റി സൈൻ ചെയ്തു. ഇനിയും കത്തോലിക്കരും വിശ്വസിക്കുക എന്താണ്, വി വിൽ ബി സേവ്ഡ് ബൈ ഫെയ്ത്ത് വിച്ച് വിൽ ബി എവിഡൻറ്റ് ത്രൂ വർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരു സെൻറ്റർ പോയിന്റ് എടുത്തുകൊണ്ട് കത്തോലിക്ക സഭ പറയാം, നമ്മളും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മളും രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, പക്ഷെ അത് പ്രവൃത്തിയിലേക്ക് വരും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഒരു പ്രശ്നമാണ് ഏറ്റവും വലിയ ഈ 500 വർഷങ്ങളിൽ പരം സഭയെ വിഭജിച്ച് നിർത്തിയത്. ഒരൊറ്റ വാക്ക്, ഒള്ളി, വിശ്വാസത്താൽ മാത്രം. ആ ഒറ്റ വാക്ക്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ്, ഈ വാക്കിലാണ് നമ്മുടെ ഈ പ്രതിഷേധം നടന്നത്, ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. അന്ന് ഈ പ്രൊട്ടസ്റ്റ് തീർന്നു. 1999 അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു, പ്രൊട്ടസ്റ്റ് തീർന്നു. പ്രൊട്ടസ്റ്റ് തീർന്നെങ്കിൽ, പ്രതിഷേധം തീർന്നെങ്കിൽ പിന്നെ എന്തിനാണ് പ്രൊട്ടസ്റ്റന്റ് സഭ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാണോ? നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഡിവിഷൻ ഡിസ്ട്രോയ്സ് ക്രെഡിബിലിറ്റി. വിഭജനം അവരുടെ വിശ്വസനീയത തകർക്കും. തിരുവചനം ഒരിക്കലും വിഭജനം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പാപ്പാത്ത സഭയിൽ നിന്നും അവർ മാറുന്നതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ആ കാരണത്തിന് കാര്യമുണ്ടോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ അവിടെ പറയുന്നുണ്ട്, ചില പാർട്ടികൾ ചിലപ്പോൾ നമ്മൾ ചില ജനത്തിൽ നിന്നും, ഞാൻ അത് വായിക്കുന്നില്ല, ആ കോട്ടിൽ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ചില ജനത്തിൽ നിന്നും മാറി നിൽക്കണം. കാരണം നമ്മുടെ അഭിപ്രായത്തിന് പ്രാധാന്യമുണ്ട്, നമ്മളുടെ ഐഡിയോളജി, നമ്മുടെ ആശയത്തിന് പ്രശ്നം, നമുക്ക് അവരുമായിട്ട് ഒത്തുപോകുന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ഓർഗനൈസേഷൻ ആയാലും അവരായിട്ട് എന്തെങ്കിലും കൂട്ടുണ്ടെങ്കിൽ ആ കൂട്ടിൽ നമുക്ക് മാറ്റാം. പക്ഷേ നമ്മുടെ പ്രതിഷേധം എന്താണ് അറിയിക്കണം, എന്തിനാലാണ് നമ്മൾ മാറി നിൽക്കുന്നത്. നമ്മളുടെ പ്രൊട്ടസ്റ്റന്റ് സഭ എന്തുകൊണ്ട്, നമ്മൾ പ്രൊട്ടസ്റ്റന്റ് സഭക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ കത്തോലിക്കയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കണം. ഇന്ന് ആ ചരിത്രം ക്രിസ്ത്യാനികൾ സൗകര്യപൂർവ്വം മറന്നു. അവർ വിചാരിക്കുന്നു ഇവർ മാറിയെന്ന്. എന്തൊക്കെയായിരുന്നു നമ്മൾ അവരും വിഭജിക്കാനുള്ള കാരണം? ടോണി പാമർ എന്ന ഈ എപ്പിസ്കോപ്പൽ പാസ്റ്റർ അല്ലെങ്കിൽ വ്യക്തി പറഞ്ഞതനുസരിച്ച്
ഒറ്റ കാര്യമാണ്, വിശ്വാസത്താൽ ഉള്ള രക്ഷയാണ്. അവർ വിശ്വസിച്ചു, പ്രൊട്ടസ്റ്റന്റുകാർ വിശ്വസിക്കുന്നു വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷെ കത്തോലിക്ക വിശ്വസിക്കുന്നു പ്രവൃത്തിയിലാണ് രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു, വിശ്വാസത്താലാണ് പ്രവൃത്തിയിലൂടെ, വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്, അത് പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നു. ഈ ഒരു കാര്യം മാത്രമാണോ പ്രൊട്ടസ്റ്റന്റുകാർ പ്രൊട്ടസ്റ്റ് ചെയ്തത്? വിറ്റൻബർഗ് ചർച്ചിൽ 1500-കളിൽ മാർട്ടിൻ ലൂതർ അടിച്ച 95 തീസിസ് എവിടെ പോയി? 95 കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ തെറ്റിനെ ചൂണ്ടിക്കാട്ടി. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻ്റലിജൻസ്, പാപ വിമോചന ചീട്ട്, പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി അവരേറ്റു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെ കുറിച്ച് അവരിപ്പോഴും എന്ത് പറയുന്നു? മേരി ആരാധിക്കുന്നതിനെ കുറിച്ച് അവരിപ്പോഴും എന്ത് പറയുന്നു? അതേപോലെ 1798 538 മുതൽ 1798 വരെ ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയതിൽ അവർ എന്ത് മറുപടിയാണ് ഇപ്പോൾ നൽകുന്നത്? ഈ കാര്യങ്ങളെല്ലാം സൗകര്യപൂർവ്വം മറന്നുകൊണ്ടാണ് ഇന്ന് അവർ സമാധാനത്തിലാകുന്നത്. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, അറ്റ് വിറ്റൻബർഗ് എ ലൈറ്റ് വാസ് കിൻഡിൽഡ്. വിറ്റൻബർഗ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു കാത്തലിക് ചർച്ചാണ്. അവിടെയാണ് മാർട്ടിൻ ലൂതർ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ആദ്യ വ്യക്തി, എന്ത് ചെയ്ത് തന്നെ 95 തീസിസ് അടിച്ചത് ആ ചർച്ചിലാണ്. അവിടെ ഒരു വെളിച്ചം തെളിയിച്ചു. ഹൂസ് റേസ് ഷുഡ് എക്സ്റ്റെൻഡ് ടു ദ അട്ടർമോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത്. ആ വെളിച്ചം ഭൂമിയുടെ അറ്റങ്ങളിലേക്ക് പോകണം. ആൻഡ് വിച്ച് വാസ് ടു ഇൻക്രീസ് ദ ബ്രൈറ്റ്നസ് ടു ദ ക്ലോസ് ഓഫ് ടൈം. അതിൻ്റെ പ്രകാശം കാലത്തിന് അന്ത്യമാകുമ്പോൾ അത് കൂടണം. ആ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്, ആ സമയത്ത് ഈ പാപവിമോചന ചീട്ട് കൊടുക്കാൻ വേണ്ടി ഒരു അച്ഛനെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് തെറ്റ്സൽ, TETZEL, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത്, ഈ പാപവിമോചന ചീട്ട് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ, ഏത് വ്യക്തിയാണോ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്, അവർ ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങളിൽ നിന്നും അവർക്ക് വിമോചനമുണ്ട്. എന്താണ്? ചെയ്ത പാപങ്ങളിലല്ല, ഇനി എന്തെങ്കിലും പാപങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും അവർക്ക് ക്ഷമ ലഭിക്കും. അവർക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഈ പാപവിമോചന ചീട്ട്. നിങ്ങളുടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയുന്നതാണ്, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം നരകത്തിലാകാം, ചിലപ്പോൾ പർഗേറ്ററിയായിരിക്കും, വിശുദ്ധീകരണ സ്ഥലത്തായിരിക്കാം. അവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടണമെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പാപവിമോചന ചീട്ട് എഴുതിയാൽ മതി. ഈ കാര്യങ്ങൾ കേട്ടിട്ട് അനേക കത്തോലിക്കർ എന്ത് ചെയ്തു? ആ കാലങ്ങളിൽ 1500 കാലഘട്ടങ്ങളിൽ മാർട്ടിൻ ലൂതറിനോട് അവർ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. അവർക്ക് അനുതാപം ഉണ്ടായിട്ടോ അവരുടെ ജീവിതങ്ങൾ മാറ്റുവാനോ വേണ്ടിയല്ല, പക്ഷെ നേരെ മറിച്ച് അവർ പാപവിമോചന ചീട്ട് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് പാപക്ഷമ വേണമെന്ന് അവർ ചിന്തിച്ചുകൊണ്ട്. പക്ഷെ മാർട്ടിൻ ലൂതർ എന്ത് ചെയ്തു? ശക്തിയോടെ അത് എതിർത്തു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാപങ്ങൾ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ടിട്ട് വരുവിൻ ഇവിടെ ആവശ്യപ്പെട്ടു. എന്താകുന്നു ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ, ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഹൃദയം എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റാണ്, പ്രതിഷേധമാണ്. നമ്മൾ എന്താണ് പ്രതിഷേധിക്കുന്നത്? 2 കാര്യങ്ങൾ ഇവിടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ട്രഡീഷൻസ് ഓഫ് മാൻ, വേർഡ് ഓഫ് ഗോഡ്. മനുഷ്യൻ്റെ ആചാരങ്ങളും തിരുവചന സത്യവും. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനകർ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സോള സ്ക്രിപ്ചൂര, വേദപുസ്തകം മാത്രം. അവരെന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിലുണ്ടാകണം. മനുഷ്യൻ്റെ ഏതെങ്കിലും ആചാരങ്ങൾ ഇതിനെതിരെ വരികയാണെങ്കിൽ അവ തിരുവചനത്തിൽ അവർ വിശ്വസിക്കും. കാരണം അവരെല്ലാവരും വിശ്വസിച്ചത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് തന്നെയാണ്. എന്താണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 29-ാം വാക്യം, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകും. അപ്പോസ്തലൻ പത്രോസിന് അതേ വാക്കുകൾ പിന്തുടരുകയായിരുന്നു നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. എന്താണ്? മനുഷ്യൻ്റെ വാക്കുകളേക്കാൾ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കേണ്ടത്. ഞാൻ ചില കാര്യങ്ങൾ ഇപ്പോൾ പറയാം. എന്തൊക്കെയാണ് കത്തോലിക്ക സഭ പഠിപ്പിച്ചിരുന്നത്, എന്താണ് തിരുവചനം പഠിപ്പിക്കുന്നത്, ആ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. കത്തോലിക്ക പുരോഹിതന്മാരെ എല്ലാവരും ഫാദർ അല്ലെങ്കിൽ അച്ഛ അല്ലെങ്കിൽ പിതാവ് എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, പിതാവ് എന്നാണ് നമുക്ക് നാട്ടിലാണ് അവർ അച്ഛനും വിളിക്കുന്നുണ്ട്, പക്ഷെ അതേപോലെ പിതാവ് എന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ തിരുവചനം എന്താണ് പറയുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 9, മനുഷ്യരെ ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കാൻ പാടില്ല, കാരണം സ്വർഗത്തിൽ ഒരു പിതാവേ ഉള്ളൂ. തിരുവചനത്തിന് നേരെ, അത് അവരുടെ ട്രഡീഷനാണ്. അടുത്തത്, നമ്മൾ ഒരു പുരോഹിതനോട് ഇത് കൺഫെഷൻ ബൂത്തുണ്ട്, അവിടെ പോയി നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞാൽ പുരോഹിതന് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ സാധിക്കും. പക്ഷേ മർക്കോസ് 2:7 പറയുന്നത് ദൈവത്തിന് മാത്രമേ പാപത്തെ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം ഇപ്പോഴും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചുപോയ വിശുദ്ധന്മാരോട് അവർക്ക് പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യും. പക്ഷേ
ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 11 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവിടെ ദൈവം ഉറപ്പിച്ചു പറയുന്നു, ഇത് സ്പിരിച്വലിസം, പ്രേതാത്മവാദം, മരിച്ചവരോട് സംസാരിക്കുന്നത്, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് അറുപ്പാകുന്നു. ഇറ്റ്സ് എൻ അബോമിനേഷൻ. അബോമിനേഷൻ പറഞ്ഞാൽ ദൈവത്തിന് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അപ്രകാരമാണ്. അവർ പഠിപ്പിക്കുന്നു മേരി എന്താണ്, മറിയ അല്ലെങ്കിൽ മേരി ക്രിസ്തുവിനോട് കൂടെയുള്ള മധ്യസ്ഥയാണ്. പക്ഷെ തിരുവചനം പറയുന്നു, വേദപുസ്തകം വ്യക്തമാക്കുന്നു, നമുക്ക് ഒരൊറ്റ മധ്യസ്ഥനുള്ളൂ, അത് കർത്താവേ യേശു ക്രിസ്തുവാണ്. മേരിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 14 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പിതാവിനോട് മാത്രമാണ്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിതാവിനോട് മാത്രമാണ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കാരണം പ്രാർത്ഥനയെല്ലാം കർത്താവ് യേശു തന്നെ പഠിപ്പിച്ച് സ്വർഗസ്വനായ അടികളുടെ പിതാവേ എന്ന്. അതേപോലെ വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്ന് അവർ പറഞ്ഞു. ഇത് പുറപ്പാട് 20-4 മുതൽ 6 കാണുന്ന 2-ാമത്തെ കൽപ്പനയെ അവർ ലംഘിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ നിൽപ്പ് അല്ലെങ്കിൽ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെൻ്റ് എന്താണ്? ദൈവവചനത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നു. അവർ മനുഷ്യൻ്റെ ആചാരങ്ങൾക്ക് എതിരെ സംസാരിക്കുന്നു. ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഈ റോമൻ കത്തോലിക്ക ശക്തിയെ ഒരു ചെറിയ കൊമ്പായിട്ട് അവിടെ പറയുന്നുണ്ട്. ആ ചെറിയ കൊമ്പ് ഈ ശക്തിയാണ്. നമ്മൾ ആ പ്രവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ അതിലേക്ക് പോകാൻ സമയമില്ല. പക്ഷേ അതിന് 25-ാം വാക്യത്തിൽ പറയുന്നു, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കും. അതെ, അവർ നിയമത്തെ മാറ്റി. അവർ 10 കൽപ്പനയെ അടിമുടി മാറ്റി. അടിമുടി മാറ്റുന്നു പറഞ്ഞപ്പോൾ ഒന്ന് മാറിയാൽ അവർ സകലത്തിനും കുറ്റക്കാരെ തീർന്നു. അവരെന്ത് ചെയ്തു? 2-ാമത്തെ കൽപ്പന അവർ ആകെ അങ്ങ് മാറ്റി. അവർ 4-ാമത്തെ കൽപ്പന ഒന്നും എടുത്തു മാറ്റിയിട്ടില്ല, ശബത്തിൻ്റെ കൽപ്പന എടുത്തു മാറ്റിയിട്ടില്ല. പക്ഷെ അവർ എടുത്തു മാറ്റി ഏത് കൽപ്പന എന്ന് അറിയാമോ? 2-ാമത്തെ കൽപ്പന. എന്താണ് 2-ാമത്തെ കൽപ്പന? വിഗ്രഹങ്ങളെ, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിൽ സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ളതോ അതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുതെന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുമ്പോൾ അവർ ആ കൽപ്പനയെ എടുത്തു മാറ്റി. കാരണം അവർക്ക് എന്ത് ചെയ്യണം? വിഗ്രഹങ്ങളെ ആരാധിക്കണം. അതേപോലെ 4-ാം കൽപ്പന 7-ാം ദിന വിശുദ്ധ ശബത്ത് എന്ന്, അത് 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു, 7-ാം ദിവസം നിവൃത്തനായി എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കർത്താവിൻ്റെ ദിവസം ലോർഡ്സ് ഡേ ഓർക്കാൻ മാത്രം പറയുന്നു. അവരെ അനുസരിച്ച് ലോർഡ്സ് ഡേ എന്താണ്? ഞായറാഴ്ച. അപ്പോൾ എത്ര കൽപ്പനയുള്ളൂ? 9 കൽപ്പന. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? 10-ാമത്തെ കൽപ്പന 2ആയിട്ട് മാറ്റി. അങ്ങനെ അവർക്കും 10 കൽപ്പന, ക്രൈസ്തവർക്കും 10 കൽപ്പന. അവർ എന്ത് ചെയ്യാണ്? സമയങ്ങളെയും നിയമത്തെയും ആ സമയത്തെ മാറ്റി. കാരണം 7-ാം ദിവസം വിശുദ്ധ ശബത്തിൽ നിന്നും ആഴ്ചയിലെ 1-ാമത്തെ ദിവസം അവർ വിശുദ്ധ ശബത്ത് ആക്കി മാറ്റി. ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, 565-ാമത്തെ പുറത്തിൽ, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദർ ആർ റിയൽ ക്രിസ്ത്യൻസ് ഇൻ റോമൻ കാത്തലിക് കമ്മ്യൂണിയൻ. സത്യമാണ്, റോമൻ കത്തോലിക്ക സഭയിൽ അനേക സത്യ ക്രിസ്ത്യാനികളുണ്ട്. തൗസൻഡ്സ് ഇൻ ചർച്ച് ആർ സെർവിങ് ഗോഡ് അക്കോർഡിംഗ് ദ ബെസ്റ്റ് ലൈറ്റ് ദേ ഹാവ്. അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ അറിവിൽ നിന്നും, അവർക്ക് ലഭിച്ചിരിക്കുന്ന സത്യദർശനം, അവർ ദൈവത്തെ അനുസരിച്ച് നടക്കുന്നവരാണ്. അവർ ദൈവത്തെ ഇഷ്ടമുള്ളവരാണ്, ദൈവവും അവരെ സ്നേഹിക്കുന്നു. ബട്ട് റോമനിസം ആസ് എ സിസ്റ്റം is no more in harmony with the gospel of Christ now than any former period in the history. പക്ഷേ റോമൻ കത്തോലിക്ക സഭ എന്ന സംഹിത, ആ സിസ്റ്റം എന്താണ്? ഒരിക്കലും സുവിശേഷത്തിനോട് ഒത്തുപോകുന്നില്ല, പണ്ടുള്ള കാലങ്ങളിലും ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭ ഇന്ന് വലിയ അന്ധകാരത്തിലാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ അടയാളങ്ങളെല്ലാം മാറ്റുമെന്ന്. അന്ന് ടോണി പാമർ ഇതൊന്ന് പറഞ്ഞ സമയത്ത് അവിടെയുള്ള പ്രൊട്ടസ്റ്റന്റ് ലീഡേഴ്സിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുമായിരുന്നു. അവരുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പറഞ്ഞ വാക്കുകൾ അവർക്ക് ഓർമ്മ വരുമായിരുന്നു. ഇന്ന് അവൾ എന്ത് ചെയ്യാണ്? അവൾ എന്ന് ഉദ്ദേശിക്കുന്നത്, കാരണം വെളിപ്പാട് 17 ഈ സഭയെ ഒരു വേശ്യയോട് പറയുന്നുണ്ട്, അത് ഉപമിക്കുന്നുണ്ട്. നമുക്കത് വെളിപ്പാട് 17 വായിച്ചേക്കാം. അവൾ എന്ത് ചെയ്യാണ്? അവൾക്ക് കിട്ടുന്ന എല്ലാ മാർഗത്താലും അവളുടെ ക്ലച്ചസ് അല്ലെങ്കിൽ അവളുടെ പിടിപാട് ഈ രാജ്യത്തിനും ഈ ഭൂമിയിലും മുഴുവനും അവ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവളുടെ ആഗ്രഹം വീണ്ടും ലോക ശക്തി, ലോക നിയന്ത്രണം അവളുടെ കയ്യിൽ ആകണം. പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് ചെയ്തോ അതെല്ലാം നശിപ്പിക്കണം, അതാണ് അവളുടെ ആഗ്രഹം. അത് ഇന്നും അപ്രകാരം തന്നെയാണ്. പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് ചെയ്യുന്നു? ഇന്ന് ഈ വിദ്വേഷമല്ല, ക്ഷമിക്കണം, നമുക്ക് ജനത്തോട് വിദ്വേഷം ഉണ്ടാകുമ്പോൾ അല്ല, ആ പ്രതിഷേധം വ്യക്തികളോടല്ല നമ്മുടെ പ്രതിഷേധം. നമ്മുടെ പ്രതിഷേധം എന്താണ്? സത്യത്തെ കാക്കാൻ വേണ്ടിയാണ്. അത് മാറി ഇന്ന് അവർ ആ സിസ്റ്റത്തെ നമ്മൾ ബഹുമാനപൂർവ്വം നോക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. ഇത് കത്തോലിക്കർക്ക് പോലും കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ അതുകൊണ്ട് ഇന്ന് ജനം എന്ത് ചെയ്യണം? അവർ ഉണരണം. അവരെന്ത് ചെയ്യണം? കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യണം. കാരണം അവരുടെ സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെയും
അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൻ്റെയും ശത്രുവാണ് ഈ സഭ. ആ കാലഘട്ടത്തിൽ റോമൻ കത്തോലിക്ക സഭ സ്ഥാപിച്ച ഒരു കൂട്ടരുണ്ട്, അതാണ് ജെസ്യൂട്ട്സ്. ജെസ്യൂട്ട്സിനെ റോമൻ കത്തോലിക്ക സഭ സ്ഥാപിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് കാര്യം നശിപ്പിച്ചുകൊണ്ട് അവരുടെ ആ ലോക പ്രഭുത്വം വീണ്ടും തിരികെ നേടുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള പോപ്പ് എന്ന് പറയുന്ന ഇപ്പോഴുള്ള പോപ്പും അദ്ദേഹം ജെസ്യൂട്ടാണ്. അദ്ദേഹം ഫസ്റ്റ് ജെസ്യൂട്ടാണ് പോപ്പാകുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? 2015 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് രാജ്യമാണ്. ആ രാജ്യത്തിൽ, കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സ്ഥാപിക്കപ്പെട്ട 2 കാര്യങ്ങളുണ്ട്, പ്രൊട്ടസ്റ്റന്റിസവും റിപ്പബ്ലിക്കനിസവും. അവരൊരു രാജാവിന് കീഴിലുമല്ല, അവർക്കൊരു പോപ്പുമില്ല. എന്നിട്ട് അവരുടെ നിയമനിർമ്മാണശാലയിൽ കോൺഗ്രസ് ഹൗസിൽ പോപ്പ് വന്ന് 2015 അഭിസംബോധന ചെയ്തു. ഇത് കാണിക്കുന്ന വൻ പോരാട്ടത്തിൽ 140 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് എന്താണ്? കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റും കാര്യമുള്ള വ്യത്യാസം കുറഞ്ഞു വരുന്നതെന്ന്. ആ എഴുതിയത് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ എന്ത് ചെയ്യാൻ സത്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജസ്റ്റിസ് എന്ന ഓർഗനൈസേഷനെ കുറിച്ച് ചില ഫേമസ് വ്യക്തികൾ പറയുന്നുണ്ട്. ഞാൻ അത് എല്ലാം വായിക്കാൻ സമയമില്ല. ജോൺ ആഡംസിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ 2ാമത്തെ പ്രസിഡന്റ് പറയുന്നത് ഈ കത്തോലിക്ക സഭയോട്, ഈ ജസ്റ്റിസിനെ കുറിച്ച് എൻ്റെ ഉള്ള അനുഭവം ഞാൻ അധികം പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, കത്തോലിക്ക സഭയോട് നമ്മൾ കൂടുന്ന സമയത്ത് എന്താണ് നമ്മൾ അന്ധകാരത്തിലേക്കും ക്രൂരതയിലേക്കും മരണത്തിലേക്കും നമ്മൾ കാലുവയ്ക്കുന്നത്. ഈ ജസ്റ്റിസിനെ പോലെ ഈ ഭൂമിയിൽ വേറൊരു ഓർഗനൈസേഷൻ ഇല്ല, ഒരു സ്ഥാപനമില്ല, നാശത്തിന് യോഗ്യനായ വേറൊരു സ്ഥാപനമില്ലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പറയുന്നത്. മാർക്യൂസ് ഡെ ലഫയറ്റ് എന്ന അമേരിക്കൻ റെവല്യൂഷൻ വാഴുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാശം ഈ കത്തോലിക്ക സഭയെ അവർ തമ്മിലുള്ള വ്യത്യാസം മാറ്റുമ്പോഴാണ്. ഈ ജസ്റ്റിസ് എന്ന ഓർഗനൈസേഷൻ അവരെല്ലാം പുറമേ ഒന്നും കാണിക്കാതെയാണ് എല്ലാ കാര്യങ്ങളും അവർ രഹസ്യത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ഭയങ്കര സൂത്രശാലികളാണ്. അവർ മതസ്വാതന്ത്ര്യത്തിൻ്റെയും അതേപോലെ സാമൂഹിക സ്വാതന്ത്ര്യത്തിൻ്റെയും ശത്രുക്കൾ ആകുന്നു. എബ്രഹാം ലിങ്കൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിലെ വിപ്ലവം, ദ ഗ്രേറ്റ് അമേരിക്കൻ സിവിൽ വാർ ഉണ്ടായതിൻ്റെ ഏക കാരണം ജസ്റ്റിസാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞത്, ഫ്രഞ്ച് ജനറൽ, ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഓർഗനൈസേഷൻ അല്ല, മതപരമായ ഒരു ബോഡിയല്ല, പക്ഷെ നേരെ മറിച്ച് അതൊരു സൈനിക ശക്തി ആകുന്നു. അങ്ങനെ അനേകർ ഇവരെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു കോട്ട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ത്രൂഔട്ട് ക്രിസ്ത്യൻഡം പ്രൊട്ടസ്റ്റന്റിസം വാസ് മെനസ്ഡ് ബൈ ദ ഫോർമിഡബിൾ ഫോഴ്സ്. ഈ ക്രൈസ്തവ ലോകത്ത് മുഴുവനും പ്രൊട്ടസ്റ്റന്റിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരെ നേരിട്ടു. The first triumph of the Reformation was Rome summoned new forces hoping to accomplish this destruction. അങ്ങനെ അവർ റിഫോർമേഷൻ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ജയിച്ച് വരുന്ന സമയത്ത്, അവർക്ക് തോൽപ്പിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് റോം എന്ത് ചെയ്തു? ഒരു പുതിയ ശക്തിയെ അവരെ നശിപ്പിക്കാൻ കൊണ്ടുവന്നു. At this time the order of Jesuits was created. ഈ സമയത്താണ് ജസ്റ്റിസിനെ അവരുണ്ടാക്കിയത്. The most cruel, unscrupulous and powerful of all champions of popery. പോപ്പറിയുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഏറ്റവും ക്രൂരന്മാരായ, ഏറ്റവും ശക്തിയുള്ള ഈ ബോഡിയാണ്. Cut off from earthly ties and human interests, dead to the claim of natural affection, reason and conscience, holy silence. അവരെന്ത് ചെയ്തു? ഭൗമികമായിട്ട് മനുഷ്യപരമായിട്ട് അവർക്ക് ഒരു ബന്ധവും ഇല്ല. അവർ മാനുഷിക വികാരങ്ങൾ അവരിൽ ഒന്നുമില്ല. കരുണ, അതൊരു കാര്യങ്ങളും അവർക്കില്ല. അവരുടെ മനസ്സാക്ഷി അവരെന്ത് ചെയ്തു? നിശബ്ദമാക്കി. അവർക്ക് ചെയ്യാൻ, പിന്നെ തുടർന്ന് പറയുന്നു, അവർക്ക് ചെയ്യാൻ ഒരു കുറ്റകൃത്യവും വലുതല്ല. ആ കുറ്റകൃത്യം ചെയ്യേണ്ടതാണ്, അത് ദൈവം ക്ഷമിക്കുമെന്ന് മാത്രമല്ല, അതവർ ചെയ്യേണ്ടതും കൂടെയാണ്. അവർ സമ്പത്തും പോപ്പിൻ്റെ അധികാരം കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അവരെന്ത് ചെയ്യുന്നു? അധികാര സ്ഥിര കേന്ദ്രങ്ങളിൽ അവർ പതുക്കെ വരും. അവർ വേറെ പല മാർഗേണ, അവർ പുറമേ എന്താണ് സ്നേഹവാനാണ്, പാവങ്ങളെ സഹായിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിഗൂഢമായ ഉദ്ദേശങ്ങൾ അവർ നിറവേറ്റും. ആ ഉദ്ദേശം ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ? ഇന്ന് നമ്മുടെ ചരിത്രം നമ്മൾ മറന്നുപോയി. ദൈവത്തിൻ്റെ ജനം ചരിത്രത്തിൽ എങ്ങനെ ദൈവം നമ്മൾ നടത്തിയെന്ന് ഓർത്തില്ലെങ്കിൽ നമുക്ക് നാശമായിരിക്കും വരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന വാർത്തയുടെ പിതാവേ, അടിയങ്ങളെ ചരിത്രത്തെ ഓർപ്പിച്ച് ഹൃദയത്തെ സ്തുതിക്കുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി നേരിടാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ആമേൻ.